ഹായ് ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഡിഫറെൻ്റായ ദോശ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം നമ്മൾ 1 ഗ്ലാസ് മാവ് എടുക്കാം. പിന്നെ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിന് വേണ്ടത് നമ്മൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പുഴുങ്ങിയതാണ്. തോലൊക്കെ കളഞ്ഞ് നമ്മളതിന് പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ടോ, ഞാനത് വിട്ടുപോയതാണ്. ഇനി നമ്മൾ ഈ മാവുണ്ടല്ലോ ഒരു മിക്സി ജാറിലോട്ട് മാറ്റാം. കേട്ടോ. മിക്സി ജാറിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മൾ മാവ് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ആവാൻ പാടില്ല കേട്ടോ, ലൂസ് ആവാൻ പാടില്ല. കുറച്ച് കട്ടിക്ക് തന്നെ നമ്മൾ അരച്ചെടുക്കാം. നമ്മളത് ഒരു പാത്രത്തിലോട്ട് മാറ്റണ്ടേ. ഇനി നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ആക്കുന്നുണ്ട്. ഇനി നമ്മളിതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഒരു മീഡിയം സൈസ് സവോള, പിന്നെ കുറച്ച് മല്ലിയില പൊടി അരിഞ്ഞ് നമ്മൾ മിക്സാക്കി കേട്ടോ. ഇനി നമ്മളെടുത്തൊരു, ഞാനിവിടെ വാഴയുടെ തണ്ടാട്ടോ അവിടെ വീട്ടിൽ യൂസ് ചെയ്യാറ്. നമ്മൾ കുഞ്ഞുനാളിലെ ഇത് യൂസ് ചെയ്ത് പഴകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിറയെ വാഴയുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു വാഴയുടെ കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തോട്ട് പാൻ വയ്ക്കുക. ഇവിടെ ഞാൻ എണ്ണ നമ്മൾ തൊട്ട് പറ്റുന്ന പാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് തവ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എണ്ണ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് നമ്മൾ റൗണ്ടായി നമ്മൾ ദോശയൊക്കെ ഒഴിക്കുമല്ലോ, ആ രീതിയിൽ നമ്മൾ അതേ രീതിയിൽ നമ്മൾ പരത്തെടുക്കാം. ഞാനിവിടെ തീ കൂട്ടിയും കുറച്ചാണ് വലിച്ചു കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ തീ കുറച്ച് കൂട്ടിക്കൊടുത്താൽ നമ്മളത് പരത്തുമ്പോൾ കുറച്ച് അടുപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് വശം നന്നായി ചുട്ടെടുക്കാം കേട്ടോ. രണ്ട് വശം നമ്മൾ ചുട്ടെടുക്കണം. തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാവിടെ എണ്ണ പുരട്ടിയിട്ട് നമുക്കത് അടുത്ത മാവ് ചുട്ടെടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് നന്നായിട്ട് പരത്തി വിടാം. പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേവട്ടെ, മാവ് നന്നായി വേവട്ടെ കേട്ടോ. നമുക്ക് എന്താ നോക്കാം. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് വശം നന്നായി ചുട്ടെടുക്കാം. രണ്ട് വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.